നമസ്കാരം. SLC പരീക്ഷ ഇന്ന് കഴിഞ്ഞു. എല്ലാ സ്കൂളുകളിലും ഇന്ന് പ്രത്യേക നിർദ്ദേശപ്രകാരം പോലീസിൻ്റെ ഒരു കാവലുണ്ടായിരുന്നു. ഞങ്ങളുടെ സ്കൂളിലും 2 പേര് വന്നിട്ടുണ്ടായിരുന്നു. അവർ പരീക്ഷ കഴിഞ്ഞ് കുട്ടികളെയും അങ്ങനെ അട്ടിത്തെളിച്ചുകൊണ്ട് എല്ലാവരെയും ക്യാമ്പസിൽ നിന്ന് പറഞ്ഞയച്ചുകൊണ്ട് പോയി. കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രതീക്ഷ. അറിയില്ല, ഈ സംവിധാനങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് എവിടെയെങ്കിലും സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. ന്യൂസുകൾ വരാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും ഇക്കാര്യം ആലോചിച്ചപ്പോൾ വല്ലാത്തൊരു അത്ഭുതവും അതേസമയം നിരാശയും തോന്നുകയാണ്. നോക്കൂ, SLC പരീക്ഷ കഴിഞ്ഞു പോകുന്ന കുട്ടികളുടെ ആ പഴയ കാലങ്ങൾ, അല്ലെങ്കിൽ ആ പഴയ കാലത്തെ കുട്ടികളൊന്ന് ആലോചിച്ച് നോക്കൂ. പരീക്ഷ കഴിഞ്ഞിട്ടുള്ള സന്തോഷം, ആ സന്തോഷത്തോടൊപ്പം തന്നെ തൻ്റെ സ്കൂളിനെയും അധ്യാപകരെയും കൂട്ടുകാരെയും ഒക്കെ വിട്ടുപോകുന്നുള്ള വിഷമം, ഓട്ടോഗ്രാഫുകളുടെ എഴുത്ത് ബഹളം, കൂട്ടുകാരോടുള്ള വർത്തമാനം പറച്ചിൽ, ഇനി എന്നാണ് നമ്മൾ കാണുക എന്നുള്ള ചോദിക്കൽ, അവസാനം പതുക്കെ ടീച്ചേഴ്സിനെ ഉള്ളവരെ കാണുന്നു, തിരിഞ്ഞു നോക്കി അങ്ങനെ പോണു. മനസ്സിലെല്ലാവരും ഒരു കൊളുത്തി വലിക്കലുമായിട്ടാണ് അന്ന് കടന്നു പോവുക, തൻ്റെ വീടുകളിലേക്ക് പോവുക. ആ വീടുകളിൽ പോയി കഴിഞ്ഞാലും ആ ഒരു ഹാങ് ഓവർ കുറച്ച് ദിവസം ഉണ്ടാവും. ഇന്നത്തെ അവസ്ഥ നേരത്തെ പറഞ്ഞതാണ്. പരീക്ഷ കഴിഞ്ഞ ദിവസം സംഘർഷങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാ ആഹ്ലാദാവസരങ്ങളും സന്തോഷിക്കാനുള്ള, അല്ലെങ്കിൽ സന്തോഷം എന്ന കാര്യം കുട്ടികൾ പ്രകടിപ്പിക്കുന്നത് അക്രമങ്ങളിലൂടെയാണ്, സംഘർഷങ്ങളിലൂടെയാണ്. അടിച്ചുപൊളി എന്ന വാക്ക് വളരെ കൃത്യമായിട്ട് ഈ കാലത്ത് അതിൻ്റെ അർത്ഥത്തോട് നീതി പുലർത്തുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. അത്രമാത്രം അടിച്ചുപൊളികളാണ് നടക്കുന്നത്. എന്തായാലും പല പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം സ്വന്തം വീട് തന്നെയാണ്. സ്വന്തം വീടാണ് വിദ്യാഭ്യാസ ഏജൻസികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. പിന്നെ സ്കൂള്, പിന്നെ സമൂഹം. ഈ ഏജൻസി, അതായത് സ്വന്തം വീടുകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഒരു സംശയം. കുട്ടികൾ അങ്ങനെ വളരുകയാണ്, സ്വന്തം വളരുന്നു. ഈ വളർച്ചയ്ക്ക് മറ്റ് നിരവധി ഘടകങ്ങളുണ്ടല്ലോ, വിറ്റാമിൻസ്, പ്രോട്ടീൻസ്, നിരവധി മിനറൽസ് ഒക്കെ ഉണ്ടല്ലോ. അതെല്ലാം കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അതോടൊപ്പം മാനസികമായ വളർച്ചയ്ക്ക് ആവശ്യമായ ആറ്റിറ്റ്യൂഡ്സിൻ്റെ ആവശ്യമായ കാര്യങ്ങൾ, അതിനുള്ള വിറ്റാമിൻസ് കൊടുക്കാൻ വീടുകൾ പരാജയപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ രക്ഷിതാക്കളുടെ റോള് മർമ്മപ്രധാനമാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്ന കുട്ടി ഏത് തരത്തിലുള്ളതായി തീരണം, അവൻ്റെ പെരുമാറ്റ രീതികൾ, പെരുമാറ്റ മര്യാദകൾ, അവൻ സമൂഹത്തിൽ ഏത് രീതിയിലാണ് കാണപ്പെടേണ്ടത്, സ്കൂളിൽ അധ്യാപകരോടുള്ള പെരുമാറ്റം, സഹപാഠികളോടുള്ള പെരുമാറ്റം, ഇതൊക്കെ ഏത് രീതിയിലായിരിക്കണം എന്ന് വലിയ ചർച്ച മുൻപ് നടന്നിരുന്നു, വലിയ നിഷ്കർഷ മുൻപ് നടന്നിരുന്നു, ശാസനകൾ നടന്നിരുന്നു. അത് തെറ്റിക്കഴിഞ്ഞാൽ അത് നോക്കാൻ സമൂഹത്തിലെ ഉയർന്ന ആളുകളുണ്ടായിരുന്നു, അതല്ലെങ്കിൽ അധ്യാപകരുണ്ടായിരുന്നു. ഇന്ന് ഈ ഏജൻസികളൊക്കെ മൗനം പാലിക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. ഈ പാരൻറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് അത് പ്രകടിപ്പിച്ചിട്ടുള്ള കവിതയുണ്ട്, കടമ്മനിട്ട രാമകൃഷ്ണ കുറത്തി. അതിൽ പറയുന്നത് ഒരു കോഴിയമ്മയും കുട്ടികളും തമ്മിലുള്ള സംഭാഷണം, അല്ലെങ്കിൽ കുട്ടികളോടുള്ള സംഭാഷണമാണ്. പാരൻറ്റിങ് ആണ് അതിൻ്റെ വിഷയം. കോഴിയമ്മ പറയുകയാണ്, എന്നും എൻ്റെ ചിറകിനു കീഴിൽ നിന്ന് നിൻ്റെ വയറ് നിറയ്ക്കാം എന്ന് തോന്നുന്ന തോന്നൽ വേണ്ട. നിൻ്റെ ജീവിതം നിൻകാര്യം മാത്രം. നേരമായി നിനക്കു ജീവിക്കാൻ നേരമിന്ന് തിരക്കു കൂട്ടുന്നു. ഞാനായി കഴിയുവാൻ മോഹം. കുട്ടികളെ, ഞങ്ങൾക്ക് നിങ്ങളുടെ പുറകെ ഇങ്ങനെ നടന്നാൽ മതിയോ? ജീവിതം തിരക്ക് കൂട്ടുകയാണ്. അപ്പോൾ നീ ജീവിക്കാറായി, ഞാൻ നിങ്ങളെ കൊത്തിയാട്ടാൻ പോവുകയാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
അതിൻ്റെ പഴയ കുറേ കഥകൾ പറയുന്നു, എങ്ങനെയാണ് നമ്മളിവിടെ എത്തിയത് എന്ന കഥകൾ പറയുന്നുണ്ട്. അത് പ്രധാനപ്പെട്ടതാണ് കേട്ടോ. എപ്പോഴും പാരമ്പര്യം അല്ലെങ്കിൽ പിന്നിലേക്കുള്ള നോട്ടം മുന്നിലേക്കുള്ള നോട്ടം പോലെ തന്നെ പ്രധാനമാണ്. ആ ചരിത്രം ബോധം കുട്ടികൾക്ക് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യ ഭാഗത്ത് അത് തന്നെയാണ് പറയുന്നത്. പിന്നീട് പറയുന്നൊരു കാര്യം, നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ ചുറ്റും കാണുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞാലാണ് അതിന് പ്രതിരോധിക്കാൻ കഴിയൂ. ചുറ്റും കണ്ടോ ചിതൽപ്പുറ്റു മാത്രം മുറ്റം മൂടി വളർന്നിരിക്കുന്നു, ചുറ്റും കെട്ടിയ മുൾവേലിക്കെട്ടിൽ ചുറ്റപ്പെട്ടു കിടക്കുന്നു നമ്മൾ. ശ്രദ്ധിക്കണം മക്കളെ, ഈ മതിൽക്കെട്ടുണ്ടല്ലോ, ഈ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ സ്വതന്ത്രരല്ല. കാട്ടുറുമ്പുകൾ നക്കുന്ന ചോപ്പിൻ കട്ട കണ്ട് നിനക്കെന്തറിയാം, ചോര അല്ലല്ല ചോപ്പാണ്. സമാധാനിപ്പിക്കുകയാണ്. ചോര എന്ന് പറയാൻ തുടങ്ങിയ ഭയ ചോപ്പാണ് കേട്ടോ എന്ന് പറയുകയാണ്. അതെന്താണ് കുട്ടികളെ? പിന്നീട് പറയുന്നുണ്ട്, എൻ്റെ മക്കൾ 4 പേർ കൊക്കോ കൊക്കോ എന്ന് പറയുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ കുട്ടികളെ അതിവിടെ ഓർമ്മിച്ചെടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം. ആവില കിളി പാട്ടുകൾ കേട്ടും പൂവ് കണ്ടും പറന്നു ചെല്ലല്ലേ, കാടിനുള്ളിൽ പതുങ്ങിയിരിക്കും കാടനുണ്ട് കടിച്ചു പറിക്കും. പൂക്കളാണെന്ന് കരുതി, നക്ഷത്രങ്ങളാണെന്ന് കരുതി നമ്മൾ ഒന്നിൻ്റെയും പുറകെ, പൊന്നാണെന്ന് കരുതി ഒന്നിൻ്റെയും പുറകെ നമ്മൾ ഓടി നടക്കരുത്, അല്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലരുത്. കാരണം കാടനുണ്ട് കടിച്ചു പറിക്കും. ആ തൊട്ടുവക്കിലെ കൈതയ്ക്കകത്ത് തെറ്റിപ്പൂത്ത പടർപ്പിനകത്ത് കാറ്റു തിന്നു കഴിയുന്ന വർഗം കാത്തിരിപ്പു. അതിനുള്ളിൽ വിഷജന്തുക്കളുണ്ട്. കാറ്റ് തിന്ന് കഴിയുന്ന വർഗം എന്ന് പറഞ്ഞാൽ പാമ്പാണ്. പാമ്പുകൾ, വിഷജന്തുക്കൾ ഈ പൊന്തപ്പടർപ്പിനകത്തുണ്ട്, സൂക്ഷിച്ചേ പോകാവൂ. പിന്നെ മോളിലാണവർ മാനത്തെ മേടവേട്ടിലാണ് കഴുകന്മാർ വാഴ്ച, നീളമറ്റ ചിറകുമായി നമ്മൾ നേരിടാനോ നിവൃത്തിയില്ലല്ലോ പോരികൻ്റെ ചിറകിനു കീഴിൽ. കുട്ടികളെ, മുകളിൽ നമ്മളെ റാഞ്ചാൻ വേണ്ടി പരുന്തുകളും കഴുകന്മാരും വട്ടമിട്ട് പറക്കുകയാണ്. നമ്മൾ അശരണരാണ്, ഒരർത്ഥത്തിൽ അശക്തരാണ്, നീളമറ്റ ചിറകാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ മുകളിലും ചുറ്റുപാടുമെല്ലാം ശ്രദ്ധിക്കണം. നമ്മളെ വലയിലാക്കി പിടിക്കാൻ, നമ്മളെ റാഞ്ചാൻ വേണ്ടി കരുത്തരായ കൂട്ടം ചുറ്റും നടക്കുന്നു, മുകളിലും നടക്കുന്നു. അപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, എല്ലാം ഒന്ന് ശ്രദ്ധിക്കണം, കാണണം. എത്ര കണ്ണു വേണം? കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കും ഉൾക്കണ്ണു വേണം അണയാത്ത കണ്ണ്. എത്ര കണ്ണുണ്ടായാലും മതിയാവില്ല. ഏറ്റവും പ്രധാനം കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കുന്ന ആ ഉൾക്കണ്ണുണ്ടല്ലോ. കാഴ്ചകളെ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയണം. ചുറ്റുപാടുമുള്ള കാഴ്ചകളെ അതേപടി കാണാൻ കഴിയണം. അതോടൊപ്പം അതിൻ്റെ അർത്ഥതലങ്ങളെയും നമുക്ക് കാണാൻ പറ്റണം. വരാൻ പോകുന്ന കാഴ്ചകളെയും കൂടി ഉൾക്കണ്ണുകൊണ്ട് കാണാൻ കഴിയണം കുട്ടികളെ എന്ന് ആ കോഴിയമ്മ പറഞ്ഞു വയ്ക്കുന്നത് ഇന്നത്തെ കാലത്തെ രക്ഷിതാക്കൾക്കുള്ള ഒരു സന്ദേശമായിട്ടാണ്. ഈ സന്ദേശം ഉൾക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കുറേയൊക്കെ നമ്മുടെ കുട്ടികളെ നേർവഴിയിലേക്ക് നയിക്കാൻ നമുക്ക് കഴിയും. അവരുടെ കാഴ്ചപ്പാടുകളിൽ കാര്യമായ ആരോഗ്യപരമായ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ.